ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ. ഫൈൻഡ് ദി ഡിഗ്രീസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. അതായത് തരുന്ന പോളിനോമിയൽസിൻ്റെ ഡിഗ്രീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. 2x² മൈനസ് 5x പ്ലസ് 3. 2x² മൈനസ് 5x പ്ലസ് 3യുടെ ഡിഗ്രി ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് പറയുന്നത്, ഇവിടുത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത്, ഈ പോളിനോമിയലിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് x² എക്സും ആണ്. സോ ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 ആണ്. ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡിഗ്രി. ദെൻ y³ പ്ലസ് 2y മൈനസ് 1. ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് y ആണ്. സോ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ദാറ്റ് ഈസ് 3. ദെൻ ഡിഗ്രി. തേർഡ് വൺ -9 ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു വേരിയബിൾ ഇല്ല, ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രമാണെങ്കിൽ അവിടെ എന്താണ് ഡിഗ്രി ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ 4z മൈനസ് 3. ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത്, ഈ പോളിനോമിയലിൻ്റെ വേരിയബിൾ z ആണ്. ഇസഡിൻ്റെ പവർ എന്ന് പറയുന്നത് 1. ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് 1. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഹയസ്റ്റ് പവർ ഹയസ്റ്റ് പവർ, അതായത് ഒരു വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ, നമ്മൾ എടുക്കുന്ന പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. What are the coefficients of x² and x³ in the polynomial x raised to 4 minus 3x³ plus 6x² minus 2x plus 7? നമുക്ക് ഗീവൺ തന്നിട്ടുള്ള പോളിനോമിയൽ, ഞാൻ ഈ പോളിനോമിയൽ എക്സ് എന്ന വേരിയബിളാണ് പോളിനോമിയൽ തന്നിട്ടുള്ളത്. സോ പോളിനോമിയലിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ പി എന്നും, വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ഞാൻ പി ഓഫ് എക്സ് എന്ന നെയിമിങ് കൊടുക്കുവാണ്. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്ന് പറയുന്നത് ഏതാണ്? x raised to 4 minus 3x³ plus 6x² minus 2x plus 7 is the given polynomial. ഈ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെ രണ്ട് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? x² എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഏതിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? x³ എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്താണ് കോഎഫിഷ്യൻ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേരിയബിളിനെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ആസ് ദ കോഎഫിഷ്യൻറ്റ്. സോ ഇവിടെ x² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? +6 ആണ് ഇവിടുത്തെ x² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതണ്ട, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇട്ടേക്കണം. സോ x³ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ദെൻ -3 ആണ് x³ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. What is the coefficient of z in the polynomial 4z³ plus 5z² minus 11? നമുക്ക് ഗീവൺ തന്നിട്ടുള്ള പോളിനോമിയൽ ഇവിടെ എന്താണ്? ഗീവൺ പോളിനോമിയൽ എന്ന് പറയുന്നത് 4z³ plus 5z² minus 11 ആണ്. സോ ഈ പോളിനോമിയലിലെ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ പോളിനോമിയലിനെ ഞാൻ പി എന്നും, ഇവിടെ എടുത്തിരിക്കുന്ന വേരിയബിൾ ഇസഡ് ആയതുകൊണ്ട് പി ഓഫ് ഇസഡ് എന്ന് ഞാൻ നെയിമിങ് കൊടുത്തു. ദാറ്റ് ഈസ് ദ പോളിനോമിയൽ ഈസ് 4z³ plus 5z² minus 11. Now we have to find out the coefficient of z. Coefficient of z ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ coefficient of z എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വേരിയബിളിൽ z³ ഉണ്ട്, z² ഉണ്ട്. z എന്നൊരു വേരിയബിൾ നമുക്കിവിടെ ഇല്ല. സോ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ്, ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്തായിരിക്കും? അവിടെ 0. അതായത് z എന്നൊരു ടേം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ പോളിനോമിയൽ തന്നിട്ടില്ല. സോ അവിടെ എന്തില്ല, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഇല്ല. സോ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു 0. Then next question, what is the constant term of the polynomial 9x³ plus 5x² minus 8x minus 10? നമുക്കിവിടെ ഗീവൺ തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ ഇവിടുത്തെ പോളിനോമിയൽ ഞാൻ പി തന്നിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്ന എക്സ് ആയതുകൊണ്ട് പി ഓഫ് എക്സ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ദ പോളിനോമിയൽ ഈസ് 9x³
plus 5x square minus 8x minus 10 is the polynomial. Now we have to find out the constant term of the polynomial. ഈ പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് വേരിയബിളായിട്ട് മൾട്ടിപ്ലൈഡ് ആകാത്ത നമ്പറിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ -10 ഈസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് ദിസ് പോളിനോമിയൽ. Write polynomials of degrees 1, 2 and 3. പോളിനോമിയൽസ് ഡിഗ്രി 1-ൻ്റെയും 2-ൻ്റെയും 3-യുടെയും ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് നമുക്ക് ഇഷ്ടമുള്ള പോളിനോമിയൽസ് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്കിവിടെ ഇഷ്ടമുള്ള പോളിനോമിയൽസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഡിഗ്രി 1 എന്ന പോളിനോമിയലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീനിയർ പോളിനോമിയൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. സോ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഗ്രി ഈസ് 1, ദാറ്റ് ഈസ് 3x plus 6 is the linear polynomial. ഡിഗ്രി 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് പോളിനോമിയലാണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിനെയാണ് നമ്മൾ ഡിഗ്രി 2 എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ പവർ ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത് ഡിഗ്രി 2 ആയിരിക്കണം. ദാറ്റ് ഈസ് 5x square minus 8x plus 5. That is the സെക്കൻഡ് ഡിഗ്രി 2 ആയിട്ടുള്ളൊരു പോളിനോമിയൽ. നൗ ഡിഗ്രി 3 വരുന്നത് നമുക്ക് ക്യൂബിക് പോളിനോമിയലാണ്. സോ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആയിരിക്കണം. ദാറ്റ് ഈസ് 8x³ മൈനസ് 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 9. ഓക്കെ.